ഇപ്പോഴും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയങ്ങൾ വന്നപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു സംഘടനാ രീതിക്കും നിരക്കാത്ത ഒരു മൊറാലിറ്റിക്ക് ചേരാത്ത തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഞങ്ങൾ സംഘടനാ രീതി പ്രകാരം നമ്മൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ് ആദ്യം ചർച്ച ചെയ്ത ജില്ലാ സെക്രട്ടേറിയറ്റാണ്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ തളിപ്പ് മണ്ഡലം എത്തിയപ്പോൾ പറഞ്ഞു അത് നമുക്കൊരു മണ്ഡലം സ്ത്രീയെ മത്സരിപ്പിക്കണം കണ്ണൂരിൽ. അപ്പോൾ അത് തളിപ്പറമ്പിലായിരിക്കണം, അത് PK ശ്യാമളയായിരിക്കണം. ഇത് നമ്മളെ ജില്ലാ സെക്രട്ടറി വെച്ച നിർദ്ദേശമാണ്. നമ്മൾ കേട്ടു. പയ്യന്നൂരെത്തിയപ്പോൾ അവിടെ മത്സരിക്കുന്നത് മധുസൂദനായിരിക്കണം എന്നും നിർദ്ദേശം വെച്ചു. ഈ രണ്ട് നിർദ്ദേശത്തോടും കടുത്ത എതിർപ്പ് സെക്രട്ടറിയുടെ അകത്ത് വന്നു. മധുസൂദൻ എന്തെങ്കിലും മോശക്കാരനായെന്നുള്ളതുകൊണ്ട് ഒന്നുമല്ല. പക്ഷേ മധുസൂദനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടി അതെല്ലാം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷിച്ച സമയത്ത് അതിലെന്തെങ്കിലും കാതലുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തിയാലേ കരുതുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ആരോപണം ഉന്നയിച്ച ആളുണ്ട്, കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പാർട്ടിയുടെ കണ്ടെത്തൽ ശരിയല്ല. കാരണം അത്രയേറെ 2-3 വർഷക്കാർ കണക്കുകളുടെ കാര്യം പത്രക്കാരോട് MP ചേരാനും KK രാഗേഷൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആ കണക്കിൽ തയ്യാറാക്കിയ കണക്കിൽ കുഞ്ഞികൃഷ്ണന് വിശ്വാസമില്ല. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആ കണക്ക് ശരിയല്ല, കണക്ക് ഇന്നതാണ്. ഈ തർക്കം വന്നു. അത് പൊതുവെ നോക്കിയാൽ പയ്യന്നൂരെ ജനങ്ങൾക്കിടയിൽ, പാർട്ടിക്കിടയിൽ കുഞ്ഞികൃഷ്ണൻ പറയുന്ന കണക്കിലാണ് വിശ്വാസം, പാർട്ടി വെച്ച കണക്കിലല്ല. അത് ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, അവിടുത്തെ പാർട്ടിയിൽ അതിൽ വിശ്വാസമില്ല. ഇപ്പോൾ അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ജയരാജൻ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ പ്രകാശ് മോഷൻ, ഞാനൊക്കെ ഒരു പലതവണ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും താഴെ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഒക്കെ വിശദീകരിക്കുകയും ചെയ്തില്ല. പക്ഷെ അപ്പോഴും കുഞ്ഞികൃഷ്ണന് ബോധ്യമില്ല. പക്ഷെ ആ ഒരു ബോധ്യക്കുറവ് ജനങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, പാർട്ടിക്കകത്തും നിലനിൽക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇടപെട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്ന, പൂർണ്ണമായും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് ശരിയല്ല എന്ന അഭിപ്രായം ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് ഉയർന്നു വന്നു. അതുപോലെ തന്നെ തളിപ്പൂർ സ്ഥാനാർത്ഥി സംബന്ധിച്ച് നല്ല തോതിലുള്ള വിമർശനം വന്നു, എതിരഭിപ്രായം വന്നു. അപ്പോൾ സ്ത്രീയെ വേണമെന്ന് തീരുമാനിച്ചല്ലോ. അപ്പോൾ സ്ത്രീ ആയിരിക്കുന്ന പിന്നെ എന്തുകൊണ്ട് സുകന്യ ആയിക്കോട്ടെ എന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. എൻ്റെ നിലപാട് ഞാനും ശക്തിയായിട്ട് അവിടെ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് എൻ്റെ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരുണ്ട്, ജയരാജനുണ്ട്, EP ജയരാജനുണ്ട്, MP ജയരാജനുണ്ട്, ശ്രീമതി ടീച്ചറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ MP ജയരാജൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളെല്ലാം പറഞ്ഞത് അതേപടി മേൽ കമ്മിറ്റിക്ക് കൊടുക്കാം, അവിടുന്ന് ചർച്ച ചെയ്യ അഭിപ്രായങ്ങളിലാണ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം, അതുകൊണ്ട് പ്രത്യേകം വേറെ രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞു. ആയിക്കോട്ടെ. പക്ഷേ നിങ്ങൾ കാണേണ്ടത് ഒരാളെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാൻ എത്രമാത്രം ആസൂത്രിതമായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഇതിൻ്റെ പിന്നിലെ കഥ ഞാൻ മുഴുവൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് പോയെന്താ സ്റ്റേറ്റിലേക്ക് പോയത് തളിപ്പൂർ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരേ ഒരു പേര്, ഈ പറഞ്ഞ ചർച്ചയൊന്നും പോയിട്ടില്ല. സ്വാഭാവികമായും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ അങ്ങനൊരു പേര് കിട്ടിയാൽ, ഒരു പേര് മാത്രം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. അത് അംഗീകരിക്കപ്പെട്ടു. തിരിച്ചു വീണ്ടും സെക്രട്ടേറിയറ്റിൽ വന്നു. അന്നേരം വിമർശനം കണ്ടു. പിന്നെ അംഗീകരിക്കപ്പെട്ടു, വിമർശനം വന്നു കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കമ്മിറ്റിയിൽ വന്നു.